ഹിന്ദു കോഡ് ബില്ല് കാരണമാണ് അംബേദ്കർ രാജിവെച്ചത്. അംബേദ്കറുടെ റെസിഗ്നേഷൻ സ്പീച്ച് ഉണ്ട് പാർലമെന്റിനകത്ത്. നമുക്ക് ആ വിഷയത്തിലേക്ക് ഒന്ന് ചർച്ച കൊണ്ടുപോകാമോ? അംബേദ്കർ റിസൈൻ ചെയ്തതിന് കാരണമായിട്ട് 5 കാരണങ്ങൾ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് തനിക്ക് ഏറ്റവും ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ലോ മിനിസ്ട്രി ആണെന്ന്. ഞാനല്ല പറഞ്ഞത്, അദ്ദേഹമാണ് പറഞ്ഞത്. ഒഴിഞ്ഞ സോപ്പ് പെട്ടി എന്നാണ് ലോ മിനിസ്ട്രിയെ കുറിച്ചിട്ട് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, അംബേദ്കർ പാർലമെന്റിൽ പ്രസംഗിച്ചതാണ്. ഒരുപാട് കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികളിൽ ഒന്നിലും തന്നെ എന്നെ ഉൾപ്പെടുത്തുന്നില്ല. നെഹ്റുവിനോട് പലതവണ ഞാൻ പറഞ്ഞു എന്നെ ഏതിലെങ്കിലും ഉൾപ്പെടുത്തണമെന്ന്. ഉൾപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. ഒടുവിൽ അദ്ദേഹം വിദേശത്തേക്ക് പോയ സമയത്ത് മാത്രമാണ് എന്നെ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അന്നത്തെ മന്ത്രിസഭ തയ്യാറായത്. നെഹ്റു തിരിച്ചു വന്നപ്പോൾ ആദ്യം ചെയ്ത് തന്നെ ആ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയാണ്. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുസ്ലിം പ്രീണനമാണ്. അദ്ദേഹം പറയുന്നതാണ് ഈ നെഹ്റു ഗവൺമെന്റ് എന്തിന് ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഭരിക്കുന്നത്? ഞാൻ ചോദിച്ചതല്ല, അംബേദ്കർ ചോദിച്ചതാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റുകളെ OBC-കളെയും പരിപൂർണമായിട്ടും അവഗണിക്കുന്നു. മൂന്നാമത് അദ്ദേഹം പറയുന്നുണ്ട് നെഹ്റു എന്ന് പറയുന്ന സ്റ്റേറ്റ്സ്മാനെ, സോ കോൾഡ് സ്റ്റേറ്റ്സ്മാനെ തുറന്നു കാണിക്കുന്നതാണ്. അതായത് അമ്പേ പരാജയമാണ് അദ്ദേഹത്തിന്റെ ജിയോ പൊളിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്.